ഇന്ധന പ്രതിസന്ധി മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി കൂടി ഇപ്പോൾ ഇന്ത്യയെ കാത്തിരിക്കുകയാണ്. ഇന്ത്യയെ മാത്രമല്ല ലോക രാജ്യങ്ങളെ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഇന്ത്യയെ ഗൾഫ് രാജ്യങ്ങളുമായും യൂറോപ്പുമായും ആഫ്രിക്കയുമായും ബന്ധിപ്പിക്കുന്ന നിർണായക ഡിജിറ്റൽ പാതകൾ ഇരുട്ടിലാകും. ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇന്റർനെറ്റ് പ്രതിസന്ധി. നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരിക്കുന്ന സംഘർഷം അത് ലോകത്തെ ഇരുട്ടിലാക്കാൻ പോവുകയാണ്. ഹോർമൂസും ഇറാനും ഇങ്ങനെ വാർത്തകളിൽ നിറയുമ്പോൾ ഇന്ധന ചെലവ് കുറച്ച് മുണ്ടുമുറുക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു. എന്നാൽ അപകടം അവിടെ മാത്രമല്ല, ഇന്ധന പ്രതിസന്ധി മാത്രമല്ല, ഹോർമൂസിനെ സംബന്ധിച്ച് ഇറാൻ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ലോകത്തെ പൂർണ്ണമായും ഇരുട്ടിലാക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ അത് എങ്ങനെ? ഇന്ധന നീക്കം മാത്രമല്ല, ഹോർമൂസിലെ നിയന്ത്രണങ്ങൾ ദുർബലപ്പെടുത്തുന്നത് കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകളെ കൂടിയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് കേബിളുകൾക്ക് ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാൻ ഇറാൻ ഒരുങ്ങുന്നു. ഇതുവഴി ഇറാൻ വലിയൊരു വരുമാന സ്രോതസ് കണ്ടെത്താൻ സാധിക്കും. ഒപ്പം ശത്രുക്കൾക്കെതിരെ ഡിജിറ്റൽ സമ്മർദ്ദം കൂട്ടാനും സാധിക്കും. അത് തന്നെയാണ് ഇറാന്റെ പദ്ധതി. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാവും ഇത് എത്തുക. ആധുനിക ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റുകളെ അടിസ്ഥാനമാക്കിയല്ല. ലോകത്തിലെ 99% ഇന്റർനെറ്റ് ട്രാഫിക്കും സമുദ്ര അടിത്തട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഫൈബർ ഓപ്റ്റിക് കേബിളുകളിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഗൂഗിൾ സെർച്ച് എഞ്ചിനുകളിൽ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ വിവരം പോലും, വാട്സാപ്പും സ്റ്റോക്ക് ട്രേഡുകളും ക്ലൗഡ് കമ്പ്യൂട്ടിംഗും സെർവർ മെയിന്റനൻസും വരെ കടലിനടിയിലുള്ള ഈ കേബിളുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹോർമൂസ് സമുദ്രമേഖലയിലെ സമുദ്രത്തിനടിയിലുള്ള കേബിളുകളാണ് ലോകത്തിലെ ഡിജിറ്റൽ ലോകം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ കേബിളുകൾക്ക് മേലുള്ള നിയന്ത്രണം ഇന്റർനെറ്റ് വിതരണത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഇന്ധന നീക്കത്തിന്റെ മാത്രമല്ല, ആഗോള ഡിജിറ്റൽ ചോക്ക് പോയിന്റായി മാറുകയാണ് ഹോർമൂസ് കടലിടുക്ക്. യൂറോപ്പ്, ഏഷ്യ, ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനെറ്റ് ഡാറ്റ, ഫിനാൻഷ്യൽ ഇടപാടുകൾ, ക്ലൗഡ് സേവനങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യുന്ന 7 പ്രധാനപ്പെട്ട സബ്മറൈൻ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഈ വഴി കടന്നുപോകുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ, സാമ്പത്തിക ഇടപാടുകൾ, AI വർക്ക് ലോഡുകൾ, ഗൂഗിൾ, മെറ്റ പ്ലാറ്റ്ഫോംസ്, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളുമായുള്ള ഡാറ്റ കൈമാറ്റം വരെ ഈ മേഖലയിലൂടെയാണ് നടക്കുന്നത്. ഇന്റർനെറ്റ് കേബിളുകൾക്ക് മേൽ ഫീസ് ഏർപ്പെടുത്തുമെന്നാണ് ഇറാനിയൻ മിലിറ്ററി വക്താവ് ഇബ്രാഹിം സോൽഫഗാരി അറിയിച്ചത്. ഇറാന് പുറത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് പെർമിറ്റ് അഥവാ ലൈസൻസിംഗ് ഫീസ്, മെയിന്റനൻസ് അഥവാ റിപ്പയർ അവകാശം അത് ഇറാനിയൻ സ്ഥാപനങ്ങൾക്ക് മാത്രം. ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ ടെക് ഭീമന്മാർ ഇറാനിയൻ നിയമങ്ങൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. ഇറാന്റെ നിയമം പാലിക്കാത്തവർക്കെതിരെ ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി അത് തന്നെയാണ് ഈ നീക്കത്തിലൂടെ മറ്റു രാജ്യങ്ങൾ നേരിടേണ്ടി വരിക. ഈ ഫീസ് പ്രാബല്യത്തിൽ വന്നാൽ ഇറാന് വരാൻ പോകുന്ന വരുമാനം 10 മുതൽ 15 ബില്യൺ വരെയാണ്. അങ്ങനെയാണ് കണക്കാക്കുന്നത്. എന്തായാലും തങ്ങളുടെ സമുദ്രാതിർത്തി അത് തങ്ങളുടെ പരമാധികാരമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അന്തർവാഹിനി കേബിളുകൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കരാറിലെ ആർട്ടിക്കിൾ 79 പ്രകാരം ഒരു തീരദേശ രാജ്യത്തിന് അവരുടെ പ്രദേശത്തിലൂടെയോ പ്രാദേശിക കടൽ പരിധിയിലൂടെയോ കടന്നുപോകുന്ന കേബിളുകൾക്ക് നിബന്ധനകൾ ഏർപ്പെടുത്താൻ അധികാരമുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ പ്രകാരം കടലിടുക്കുകളിലൂടെയുള്ള യാത്രയ്ക്ക് നേരിട്ടുള്ള ടോൾ ഈടാക്കാൻ അനുവാദമില്ല. എന്നാൽ കപ്പലുകൾക്കോ കേബിൾ ശൃംഖലകൾക്കോ നൽകുന്ന പ്രത്യേക സേവനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ, സുരക്ഷ, ന്യായമായ ഫീസ് ഈടാക്കുന്ന നിയമപരമായി സാധുവായേക്കാം. സമുദ്രാന്തര കേബിളുകളുടെ അറ്റകുറ്റപ്പണികൾ സ്വന്തം നിയന്ത്രണത്തിലാക്കാനും ലൈസൻസിംഗ് ഏർപ്പെടുത്താനും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് എങ്കിലും US ഉപരോധങ്ങൾ ഇതിന് വലിയൊരു തടസ്സമാണ്. ഒമാൻ തീരത്തുകൂടിയാണ് ഭൂരിഭാഗം കേബിളുകളും കടന്നുപോകുന്നത് എങ്കിലും ഇറാന്റെ ഭീഷണി ആഗോള ബാങ്കിംഗ് സംവിധാനങ്ങളെയും വാർത്താവിനിമയത്തെയും സാരമായി ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഇറാൻ പറയുമ്പോൾ അത് ലോകമെമ്പാടും ഒരു ഡിജിറ്റൽ ദുരന്തത്തിന് വഴിവെക്കുമെന്ന് വിദഗ്ധർ ഭയപ്പെടുന്നു. സാമ്പത്തിക സുരക്ഷയെ, ആഗോള സാമ്പത്തിക സുരക്ഷയെ ബാധിക്കും ഇത് എന്നും വിദഗ്ധർ ആശങ്കപ്പെടുന്നുണ്ട്. ഗൾഫ് മേഖലയിലൂടെ ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കേബിളുകൾ ഈ വഴി കടന്നുപോകുന്നു. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ അത് ആഗോളതലത്തിൽ ഒരു ഡിജിറ്റൽ ദുരന്തത്തിന് വഴിതെളിക്കും. ബാങ്കിംഗ് സംവിധാനം, സൈനിക ആശയവിനിമയം, റിമോട്ട് വർക്കിംഗ്, സ്ട്രീമിംഗ് സേവനങ്ങൾ ഇതെല്ലാം തടസ്സപ്പെടാം. മുങ്ങൽ വിദഗ്ധർ ചെറിയ സബ്മറൈനുകൾ, അണ്ടർ വാട്ടർ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് കേബിളുകൾ നശിപ്പിക്കാനുള്ള ശേഷി ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനുണ്ട്. ഇത് ഇന്റർനെറ്റ് ശൃംഖലയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുക. ഭീഷണികളും മുന്നറിയിപ്പും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ നീക്കങ്ങൾ നടപ്പാക്കുന്നതിൽ ചില പ്രതിസന്ധികളും ഇറാന്റെ മുന്നിലുണ്ട്. ഭൂരിഭാഗം അന്തർവാഹിനി കേബിളുകളും ഒമാന്റെ കടൽ അതിർത്തിയിലൂടെയാണ് പോകുന്നത്. ഫാൽക്കൺ, GBI എന്ന 2 കേബിളുകൾ മാത്രമാണ് ഇറാന്റെ അതിർത്തിക്കുള്ളിലൂടെ പോകുന്നത്. കൂടാതെ US ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ കമ്പനികൾക്ക് ഇറാനിലേക്ക് പണം നൽകുന്നത് തടസ്സപ്പെടും. ഇന്റർനെറ്റ് ഡാറ്റ കമ്പനികൾ വേർതിരിച്ച് ബില്ല് നൽകുക എന്നത് അസാധ്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഭൂരിഭാഗം കേബിളുകളും ഒമാന്റെ കടൽ അതിർത്തിയിലൂടെയാണ് പോകുന്നത് എന്നതിനാൽ ഇറാനിലെ നിയമങ്ങൾ എല്ലാ കമ്പനികളെയും ഒരുപോലെ ബാധിക്കണമെന്നില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഫാൽക്കൺ, GBI എന്ന 2 പ്രധാന കേബിളുകൾ ഇറാന്റെ കടൽ പരിധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന അന്തർവാഹിനി കേബിളുകൾ ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. കേബിളുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയോ അതിന്റെ അറ്റകുറ്റപ്പണികൾ ഇറാൻ ചെയ്യാതിരിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ അത് ഇന്ത്യക്കും ഭീഷണിയാകും. ബാങ്കിംഗ് സംവിധാനം, IT സേവനം, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെ സാരമായി ബാധിച്ചേക്കാം. അറ്റകുറ്റപ്പണികൾക്കായി എത്തുന്ന കപ്പലുകളെ ഇറാൻ തടഞ്ഞാൽ ഇന്റർനെറ്റ് തകരാറുകൾ പരിഹരിക്കുന്നത് മാസങ്ങളോളം വൈകും. അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ സ്ട്രൈക്ക് ലോകമെമ്പാടും ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.